കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, വ്യാജമായി ആണയിടരുത്. കർത്താവിനോട് ചെയ്ത് ശബ്ദം നിറവേറ്റണമെന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയോ അരുത്. സ്വർഗത്തെക്കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടും അരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജെറുസലേമിനെ കൊണ്ടും അരുത്, അത് മഹാരാജാവിൻ്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്, അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ഈശോയുടെ മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളാണ്. ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി പഴയ നിയമത്തിലെ ദൈവപ്രമാണങ്ങളുടെയും നിയമങ്ങളുടെയും ഒക്കെ പുതിയ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഈശോയെ നമ്മൾ വചനത്തിൽ കാണുക. ഓരോ പഴയ നിയമത്തിൽ ഒത്തിരിയേറെ നിയമങ്ങളുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പൂർണ്ണതയൊക്കെ പലപ്പോഴും ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയി. അത് വീണ്ടും അതിൻ്റെയൊക്കെ അന്തസ്സത്തെയും അർത്ഥവും ഒക്കെ വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കി അതിൻ്റെ പൂർണ്ണതയിൽ അത് പാലിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിയാണ് ഈശോ ഈ ഒരു പ്രബോധനങ്ങൾ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുക. ഓരോ കാര്യങ്ങൾ, ഓരോ നിയമവും എടുക്കും, അതിൻ്റെ വിവിധ തലങ്ങൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണും. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് വ്യാജമായി ആണയിടരുത് എന്നുള്ള കാര്യമാണ്. പഴയ നിയമത്തിലൊരു വലിയൊരു നിയമം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് അങ്ങനെ ആണയിടേണ്ട ആവശ്യമേ ഇല്ല. അതാണ് ഈശോ പഠിപ്പിച്ചു വെക്കുക. കാരണം എന്തുകൊണ്ടാണ് ഈ ആണയിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന വാക്കുകൾക്കും പ്രവർത്തികൾക്കും ഒരു ആധികാരികത നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് സാധാരണ ഇങ്ങനെ ചെയ്യാറുള്ളത്. ചില ആൾക്കാർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ പ്രായത്തിൽ മുതിർന്നവരൊക്കെ പറയും, നിന്റെ തലയെ തൊട്ട് ഞാൻ വേണം സത്യം ചെയ്യാം, നിന്റെ തലയെ തൊട്ട്, അല്ലെങ്കിൽ ദൈവമാണേ സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജമായി ആണയിടുന്ന ആളുകൾക്കാണ്. എന്തുകൊണ്ടാണ്? അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുക. എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിലെ രഹസ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആധികാരികത പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ ഒരു അല്ലെങ്കിൽ ഒരു മോറൽ അതോറിറ്റി അത് നഷ്ടപ്പെട്ടു പോകാതെ അതിനെ കാത്തു സൂക്ഷിക്കണമെന്നുള്ള കാര്യമാണ് ഈ ഒരു വചനഭാഗത്തിലൂടെ ഈശോ പഠിപ്പിച്ചു തരിക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയെക്കുറിച്ച് ഈശോയുടെ പ്രബോധനങ്ങൾ കേട്ടവരും ഈശോയുടെ കൂടെ വസിച്ചവരും എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്, ഇത്ര ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ നിയമജ്ഞരും ഫരിസേയരും ഒന്നും ഇതുപോലെ ജീവിക്കുന്നതും പറയുന്നതുമായിട്ട് പഠിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അതായിരുന്നു ഈശോയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ്. കാരണം അത്രമാത്രം വാക്കുകളും പ്രവർത്തികളും ചേർന്ന് പോകുന്ന ഒരു വലിയ ആധികാരികത, ആർക്കും ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഏറ്റവും കളങ്കരഹിതമായ ഒരു ജീവിതശൈലി, അതായിരുന്നു ഈശോയെ പിടിച്ചു നിർത്തിയത്. സത്യമായ വഴിയും സത്യവും ജീവനുമായ ഈശോ ഒരിക്കലും ആ ഒരു സത്യത്തെ കോംപ്രമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ വെള്ളം ചേർക്കാനോ പരിശ്രമിക്കുന്നില്ല. അതിന് പകരമായിട്ട് കാണുന്നത് മരിക്കേണ്ട വന്നാൽ പോലും സത്യം വെടിയരുത് എന്നുള്ള വചനം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആധികാരികത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇന്ന് നമ്മുടെയൊക്കെ സമൂഹത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിലാണെങ്കിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലൊക്കെ ഈ ഒരു ആധികാരികത നഷ്ടപ്പെടുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഒക്കെ കടന്നു വരികയാണ്. ഈ ഒരു ആധികാരികത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരിശ്രമിക്കുമ്പോഴാണ്. വീണ്ടും നമുക്ക് മാതൃകയായിട്ടുള്ളത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തന്നെയാണ്. ഈശോ മിശിഹായുടെ ജീവിതത്തിൽ ഓരോ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് മാത്രമല്ല,
എല്ലാ നിമിഷം എല്ലാ ദിവസവും അതിരാവിലെ തൻ്റെ പിതാവുമായിട്ടുള്ള ആ ഒരു സ്നേഹ സംഭാഷണത്തിലും പ്രാർത്ഥനയിലും ഈശോ സമയം ചെലവഴിച്ചു. ദൈവവുമായിട്ടുള്ള ഈശോയുടെ ആ ഒരു അഭേദ്യമായ ബന്ധത്തിൽ നിന്നാണ് ഇത്രമാത്രം ശക്തമായ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചത്. അതുകൊണ്ട് വചനം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്, നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു സന്നിധിയിൽ, ദൈവത്തിൻ്റെ ആ ഒരു പരിശുദ്ധിയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും വലിയ ദൈവിക ഇടപെടലുകൾ ഉണ്ടാവുകയും മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അതുപോലെ വചനം നമ്മുടെ ജീവിതത്തിൽ ധ്യാനിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു പുണ്യം എന്ന് പറയുന്നത്, ദൈവിക ജ്ഞാനത്താൽ നമ്മുടെ ജീവിതങ്ങൾ സമ്പുഷ്ടമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവിക ജ്ഞാനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധികാരികതയുടെ ഏറ്റവും വലിയ ഒരു സോഴ്സ് എന്ന്, അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പ്രത്യേകം ഈ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുവാനും നമ്മുടെയൊക്കെ ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. നമ്മുടെ വാക്കുകളും പ്രവർത്തികളുമൊക്കെ പലപ്പോഴും ഒന്നു ചേർന്ന് പോകുന്നതാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പലപ്പോഴും നമ്മുടെ വാക്കുകൾ ഒരു കാര്യം പറയും, അതിനുശേഷം വേറൊരു കാര്യം പ്രവർത്തിക്കും. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൻ്റെ ആ ഒരു മോറൽ അതോറിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോയുടെ ആ ഒരു വലിയ കൽപ്പന ഇതാണ്: നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നോ അല്ലെങ്കിൽ അല്ല അല്ല എന്നോ. അതായത് നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ സത്യം മൂടി വെച്ച് മറച്ചു വെച്ച് അതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോഴാണ് നമുക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും അധികം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് വചനം നമ്മളെ ശക്തമായി ഓർമ്മിപ്പിക്കുന്ന കാര്യം, മരിക്കേണ്ട വന്നാലും സത്യം വെടിയാൻ പാടില്ല. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്കും ദൈവിക ഇടപെടലുകളും ദൈവത്തിൻ്റെ ആ ഒരു വലിയ കൃപയും നിറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മളും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു വലിയ ആധികാരികത നമുക്ക് നഷ്ടപ്പെടാതെ ഏറ്റവും പരിശുദ്ധിയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യൻ്റെ മുമ്പിലും ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഒക്കെ സമർപ്പിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കുവാനും നമ്മുടെ ജീവിതത്തെ സമ്പുഷ്ടം ജ്ഞാനത്താലും ദൈവിക ജ്ഞാനത്താലും അതുപോലെ തന്നെ ദൈവിക വരപ്രസാദത്താലും നമ്മളെ സമ്പുഷ്ടമാക്കുവാൻ കാത്തിരിക്കുന്ന നല്ല തമ്പുരാനാണ് നമുക്ക് കൂടെയുള്ളത്. അപ്പോൾ ആ ഒരു ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ വാക്കുകളും പ്രവർത്തികളും ഒരുമിച്ച് ചേർന്നുള്ള ആ ഒരു ആധികാരികത നഷ്ടപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.